വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 7th മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 9th മാർച്ച് മുതൽ 13th മാർച്ച് വരെയുള്ള വീക്കാണ്. നമ്മളെല്ലാവരും ഗ്ലോബലി തന്നെ എല്ലാവരും പുതിയതായിട്ട് വന്നിട്ടുള്ള യുഎസും ഇറാനും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിനെ തുടർന്ന് എല്ലാ മാർക്കറ്റുകളിലുള്ളവരും വറീഡാണ്. അതുപോലെ തന്നെ എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻസ് ഇത്രയധികമുള്ള GCC കൺട്രീസിലെല്ലാം ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ എല്ലാവരും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വറീഡാണെന്ന് അറിയാം. അപ്പോൾ അതുങ്ങളുടെ എല്ലാം കൺസേണിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരുപക്ഷെ നെക്സ്റ്റ് ഒരു വീക്കിലേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അവസാനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു അറ്റാക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെയുള്ളൊരു ഇങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മുടെ ആ വീഡിയോ ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടു മൺഡേയിൽ നമ്മൾ കണ്ടാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് 312 പോയിൻറ്റ്സ് താഴ്ന്ന് ആണ് അന്ന് ക്ലോസ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ട്യൂസ്ഡേയിൽ ഹോളി മൂലം നമുക്കിവിടെ അവധിയായിരുന്നു. അതിനുശേഷം വെഡ്നെസ്ഡേയിൽ 385 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ തേഴ്സ്ഡേയിൽ വീണ്ടും നമുക്കൊരു 285 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കണ്ടെങ്കിൽ നമുക്ക് അന്ന് വീണ്ടും മാർക്കറ്റ് 315 പോയിൻറ്റ്സ് കൂടെ ഫ്രൈഡേ താഴെ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 28 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം 24,450 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 728 മാർക്കറ്റ് 728 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ 26,373 എന്നുള്ള ഒരു പുതിയൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കറക്ഷൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, ഒരു കറക്ഷൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽസ് എവിടെയൊക്കെ ആയിരിക്കുമെന്നുള്ളത് കുറിച്ച് നമ്മളൊരു വീഡിയോ വീക്കിലി വീഡിയോ അല്ലാതെ നമ്മളിതിന് വീഡിയോ വെഡ്നെസ്ഡേയിൽ നമ്മളൊരു പ്രത്യേകം വീഡിയോ ചെയ്യുകയുണ്ടായി. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഇനി അടുത്ത സപ്പോർട്ട് ലെവലുകളെയൊക്കെ കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 2368 പോയിൻറ്റ്സ് താഴ്ന്ന് 78,918 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1722 പോയിൻറ്റ്സ് താഴ്ന്ന് 57,393 ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 430 പോയിൻറ്റ്സോടെ താഴ്ന്ന് 16,498 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും മാർക്കറ്റിലെ ഒരു കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിരിക്കുന്നത് കാണാം നമുക്ക്. അതുപോലെ നമുക്ക് കാണാം നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 25,342 അതിൽ നിന്നെല്ലാം വളരെ താഴേക്ക് നിഫ്റ്റി മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സപ്പോർട്ടുകളാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 24,450 ഫ്രൈഡേയിൽ മാർക്കറ്റിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ക്ലിയർ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുക 24,103 ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു കറക്ഷൻ്റെ മേജറായിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 23,511 ഈ ലെവലിലേക്ക് വരുന്നതോടുകൂടി നമുക്ക് നെക്സ്റ്റ് വീക്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്നും നിഫ്റ്റി റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ തിരിച്ചു പോകാനുള്ള പോസിബിലിറ്റിയാണ് വളരെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 23,511 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യും എന്ന് ഞാൻ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ മാർക്കറ്റിലെ നമ്മൾ 2026 എന്നുള്ള ഈ വർഷത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ പറഞ്ഞിരുന്ന മാർക്കറ്റിൻ്റെ ഒരു 28,000 ഉള്ള നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നമ്മളിപ്പോഴും നമ്മൾ ആ വ്യൂ നിലനിർത്തുകയാണ്. കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം
അതിനൊരു സൊല്യൂഷൻ വരുന്നതോടുകൂടി ഗ്ലോബലി തന്നെ മാർക്കറ്റുകളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് അതിൽ നിന്നുള്ളത്. ഏതായാലും മൺഡേ നമ്മൾ കണ്ട 24,305 എന്നുള്ള ആ ഒരു ലോ ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അത് നെക്സ്റ്റ് വീക്കിൽ ബ്രേക്ക് ചെയ്യാനും അതിന് താഴേക്ക് 23,500 ആ ലെവലിലേക്കുള്ള ഒരു കറക്ഷനും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അതെപ്പോഴും മാർക്കറ്റിൽ ഇതുപോലെയുള്ള പെട്ടെന്നുള്ളൊരു ബ്രേക്ക് ഡൗണിൽ ഒരു ഓവർസോൾ ലെവലിലേക്ക് പോകാറുണ്ട്. അത് തന്നെയാണ് നമ്മളൊരു 23,600 ലെവലിലേക്കൊക്കെ വരുന്നതോടുകൂടി അവിടെ നിന്ന് മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ട് പ്രതീക്ഷിക്കണം. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് WTI ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. ചാർട്ടിൽ കാണാൻ നമുക്ക് ഫ്രൈഡേയിൽ $91.26 വന്നിരിക്കുന്നത്. അതായത് 15.72% ഉയർന്നാണ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു റീബൗണ്ട് ക്രൂഡ് ഓയിൽ $70 ലെവലിൽ നിന്നൊക്കെ ട്രേഡ് ചെയ്തിരുന്ന ക്രൂഡ് ഓയിലിൽ ഇപ്പോഴത്തെ ഈ വാറിനോടനുബന്ധിച്ച് ഒരു റീബൗണ്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വരുന്ന ഒരു ഇമ്പാക്റ്റാണ് ഏറ്റവും മേജറായിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഇമ്പാക്റ്റ് വരാവുന്ന ഒരു കാര്യം. അതായത് ഒരു 10% ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഇൻക്രീസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ GDPയിൽ ഒരു 10 BPSൻ്റെ ഒരു നോക്ക് ഓഫാണ് വരിക എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് റീറ്റെയിൽ ഇൻഫ്ലേഷൻ 30 to 35 BPSൻ്റെ ആ ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ ഉയർച്ചയും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ത്രെട്ട്. അത് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഈ ലെവലിൽ നിന്നൊക്കെ മുകളിലേക്ക് പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലെയർ അപ്സ് ഉണ്ടാകുകയാണെങ്കിൽ $130 വരെയൊക്കെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അത് പക്ഷേ നമ്മൾ കുറച്ച് ദിവസം മാത്രം ഉണ്ടാവാവുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഗോൾഡിൻ്റെ പ്രൈസും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു $5,171 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡും പക്ഷേ നമുക്കറിയാം ഒരു 6,000 ലെവലിലേക്കൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസുകളൊക്കെ ഈ വാറിൻ്റെ ഇടയിൽ വരികയാണെങ്കിലൊക്കെ ഒരു $6,000 വരെയൊക്കെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും നമ്മൾ മുന്നിൽ കാണണം. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സ്റ്റോക്കുകളാണ് കുറച്ചധികം പെർഫോമൻസിനുള്ള പോസിബിലിറ്റിയുള്ള സ്റ്റോക്കുകൾ. അതായത് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് എന്നുള്ള നമുക്ക് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിലും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോട് കൂടി കഴിഞ്ഞ വീക്കിന് ഒരു 749 ലെവലിലേക്കൊക്കെ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് നമുക്ക് അടുത്ത ആഴ്ചയിലും വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലും ഭാരത് ഡൈനാമിക്സും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും അതുപോലെ ഡാറ്റ പാറ്റേണും സെൻ ടെക്നോളജീസും MTR ടെക്നോളജീസും ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഈ വാറിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഒരു നെക്സ്റ്റ് വീക്കിലേക്കൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. എന്തായാലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ ഇതുപോലെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഇവൻസുകളൊക്കെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. നമുക്കറിയാം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കോവിഡിനോടനുബന്ധിച്ചുണ്ടായ മാർക്കറ്റിൻ്റെ വലിയൊരു ക്രാഷ് എന്നുള്ളത്. അല്ലേ, മോർ ദാൻ 30% കുറച്ച് ദിവസത്തിനുള്ളിലുള്ളൊരു വലിയൊരു ക്രാഷിന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അന്നും ഏതൊരു മാർക്കറ്റിൻ്റെ കറക്ഷൻ സിറ്റുവേഷനിലും നമ്മൾ നേരത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വൊളാറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കണമെന്നുള്ളൊരു കാര്യം എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും ഇതുപോലെയുള്ള വൊളാറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ നമ്മൾ ഈ ഒരു വൊളാറ്റിലിറ്റിയെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്താണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം പല സാഹചര്യങ്ങളിലും ഇതുപോലെയുള്ള ഏതെങ്കിലും
ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ പാൻഡമിക്കോ അല്ലെങ്കിൽ നമുക്കറിയാം 2008 സബ് പ്രൈം ക്രൈസിസ് പോലെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ മാർക്കറ്റിൽ വലിയ ബ്ലാക്ക് സ്വാൻ ഈവൻസ് എന്ന് പറയും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് ഉള്ള മാർക്കറ്റിൻ്റെ വൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റുകളെയാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈവൻസ് പലപ്പോഴും ഉണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക. അതിനുശേഷം ആ പ്ലാനിനെ നമ്മൾ പുറത്തുള്ള നോയ്സുകളെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജീസ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, വോറൻ ബഫയുടെ ഒരു കോട്ടാണ്, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളത്. അതിൽ അർത്ഥമാക്കുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള വൊളാറ്റിലിറ്റിയിൽ നമ്മളെപ്പോഴും റീകോൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കോട്ടാണിത്. കാരണം എല്ലാവരും ആവേശത്തോടു കൂടി വളരെ ബുള്ളിഷായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സമയമായതും, അതുപോലെ തന്നെ എല്ലാവരും പാനിക്കായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ പല സ്റ്റോക്കുകളും വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമ്മളത് അവിടെ പകച്ചു നിൽക്കാതെ വാങ്ങുക. സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകളെ, നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നല്ല സ്റ്റോക്കുകളെ, ക്യാഷ് ഫ്ലോ ഒക്കെ വളരെ നല്ല രീതിയിലുള്ള സ്റ്റോക്കുകളെ, നല്ല ബിസിനസ് മോഡലുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ താഴ്ന്ന ലെവലിൽ ലഭിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്മളും ആ ഫിയർ ഗ്രിപ്പിലേക്ക് നമ്മളും വീണു പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം ആലോചിച്ചാൽ അറിയാൻ സാധിക്കും. നമ്മളെല്ലാവരും യുദ്ധത്തിനെക്കുറിച്ച് ഭയന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതേസമയം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, എന്നെ കഴിഞ്ഞ വീക്കിൽ കുറേയധികം GCC കൺട്രീസിലുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ കൺസേൺഡ് ആണ് എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് അവർ കൺസേൺഡ് അല്ല. അവർ ഏത് സ്റ്റോക്കുകളൊക്കെയാണ് ഇനിയും ആഡ് ചെയ്യേണ്ടത്, ഏത് സ്റ്റോക്കുകളൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു രീതിയിലാണ് അവരിപ്പോഴത്തെ ഈ മാർക്കറ്റിൻ്റെ ഒരു വൊളാറ്റിലിറ്റി കാണുന്നത് എന്നുള്ളതും അതൊരു പക്ഷേ ഞങ്ങളുടെ ക്ലയൻസൊക്കെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഈ വീഡിയോസിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പലർക്കും അറിയാം, നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ കോവിഡിൻ്റെ ക്രാഷിൽ പറഞ്ഞിരുന്നതാണ് ഒരു വാക്സിൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു കോവിഡ് എന്നുള്ളൊരു ഇത് അങ്ങനെയുള്ളൊരു ഇവൻറ്റ് നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വരുന്നൊരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം അതെന്തായാലും നമ്മൾ ലൈഫിൽ ചെയ്യണമല്ലേ. അതേസമയം നമുക്ക് അതിനൊരു പോസിറ്റീവായിട്ടൊരു ഔട്ട്കം അതിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന സമയത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഒരുപക്ഷെ കുറേയധികം ലോസുകൾ ഇതുപോലെയുള്ള ഒരു മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇവൻറ്റ് വരുമ്പോൾ നമുക്ക് പലയിടത്തും ലോസുകൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുക ഇതുപോലെയുള്ള ആക്ഷനിലൂടെയാണ്. എസ്പെഷ്യലി നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ ഒരു വാറിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വരുന്ന സ്പൈക്കാണ്. അതൊരു പക്ഷേ വാർ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരുകയാണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ ഒരു വൊളാറ്റിലിറ്റി ഒന്നും ഇന്ത്യയെ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാർ കുറച്ച് ദിവസത്തിനുള്ളിൽ എൻഡ് ചെയ്യുകയും ക്രൂഡിൻ്റെ ഒരു പക്ഷേ ഒരു $130 വരെയുള്ള സ്പൈക്കൊക്കെ ഉണ്ടായാൽ പോലും ഒരു മാക്സിമം ആ ലെവലിലേക്കൊരു മൂവ്മെൻറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റും ഒരു കറക്ഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു 23,511 വരെയൊക്കെയുള്ള കറക്ഷനിലൂടെ കടന്നു പോയാലും അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് വരികയും ഈ വർഷം 2026 മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ള ഇതൊരു കോൺട്രറി വ്യൂ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പലർക്കും ഇതൊരു വിശ്വസിക്കാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പോയിന്റ് അത് തന്നെയാണ്
അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യൂവിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. ഞാൻ എൻ്റെ സ്റ്റോക്കുകളൊന്നും തന്നെ ഞാൻ ഈ ഒരു മാർക്കറ്റിൻ്റെ കറക്ഷനിൽ വിൽക്കുകയില്ല, വിൽക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം മാക്സിമം സ്റ്റോക്കുകൾ പറ്റുമെങ്കിൽ കുറേ കൂടി കറക്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിലൊക്കെ ആഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇവൻറ്റ്സൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. അതിൽ ഒരു ഇവൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ നല്ല സ്റ്റോക്കുകൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയും, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ലിവറേജ് ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മൾ ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങുകയാണെങ്കിൽ നമ്മൾ കുറേ കൂടി മാർക്കറ്റിൽ ഏതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ വൊളാറ്റിലിറ്റി ഇനിയും വരികയാണെങ്കിലൊക്കെ നമ്മൾ പാനിക്കായിട്ട് സെല് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അല്ലാതെ നമ്മൾ ലിവറേജ്ഡ് ഫണ്ട്സ് ഉപയോഗിച്ചൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ശ്രമിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ടൈമിൽ നമ്മൾ മീഡിയ ന്യൂസുകളും അതുപോലെ തന്നെ പല നോയ്സുകളും ഉണ്ടാവും, അതിന് ഇഗ്നോർ ചെയ്യുക. ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ കടന്നു പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതുള്ള നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാവരും ഇതിനെയും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി പ്രോഫിറ്റിലേക്ക് വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് എൻ്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലൈഫിൽ ഞാൻ നേടിയെടുത്തിട്ടുള്ളൊരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാനിക് ചെയ്യാതിരിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോറിസോണും അതുപോലെ തന്നെ നമുക്ക് എത്ര മാർക്കറ്റിൽ നിന്നുള്ള നഷ്ടങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോ കാണിച്ചാലും നമുക്കത് സഹിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് ആകാതിരിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന കമ്പനികൾ നല്ല രീതിയിലുള്ള ബിസിനസ് മോഡൽസ് ഉള്ള കമ്പനികളും നല്ല ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികളായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ കോട്ടിൻ്റെ ഒരു കോർ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൻ്റെ ഇതുപോലെയുള്ള ഒരു ഫിയർഫുൾ സിറ്റുവേഷനിലൂടെ മാർക്കറ്റ് കടന്നു പോകുന്ന ഒരു സമയത്ത് പല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളിലും വളരെ ലോവർ ലെവലിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കതിൽ ആ സ്റ്റോക്കുകൾ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീക്കിനിടയിൽ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നതിൽ ഞാൻ പറയുകയുണ്ടായപ്പോൾ പലരും ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കഴിഞ്ഞ ഒരു വർഷം നമ്മളൊരു ഹിഡൻബർഗിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അദാനി പോർട്സ് എന്നുള്ള സ്റ്റോക്ക് ഹെവി ക്രാഷിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനൊരു 530 ലെവലിലെ സ്റ്റോക്കിലേക്ക് ഈ സ്റ്റോക്കിന് നമുക്കിതുപോലെ ഞാൻ പറഞ്ഞ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അദാനി പോർട്സിന് നമുക്കിവിടെ വാങ്ങാൻ കാരണം ബേസിക്കലി നമ്മൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോർട്സ് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അദാനി പോർട്സ് എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ 530 ലെവലിൽ എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞതിന് ഒരു വീഡിയോ ഒക്കെ നമ്മളന്ന് ചെയ്യുകയുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 1500 ലെവലിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കുറേ പേരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്റ്റോക്കാണ് നമുക്ക് ലാർസൺ ആൻഡ് ട്രൂബ്രോ എന്നുള്ള സ്റ്റോക്ക്. നമുക്കറിയാം 4400 ലെവലിലേക്കൊക്കെ സ്റ്റോക്ക് ഈ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് പുതിയൊരു ലൈഫ് ടൈം ഹൈ ഒക്കെ സെറ്റ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. പക്ഷെ നമുക്കറിയാം GCC കൺട്രീസിൽ കുറേയധികം ബിസിനസ് ഓർഡേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് ലാർസൺ ആൻഡ് ട്രൂബ്രോ. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നപ്പോൾ തന്നെ ആദ്യം ക്രാഷ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു L&T എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് വലിയൊരു ക്രാഷിലൂടെ 3800 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 18% ഉള്ള ഒരു കറക്ഷനൊക്കെ L&Tയിൽ നമ്മൾ കാണുകയുണ്ട്. അപ്പോൾ അതിനുശേഷം ഫ്രൈഡേയിൽ തേഴ്സ്ഡേയിൽ സ്റ്റോക്ക് വീണ്ടും ഒരു റീബൗണ്ടൊക്കെ ചെയ്തിരുന്നെങ്കിലും ഫ്രൈഡേയിൽ 3949
ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഈ L&Tയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലോജിക്കുകൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കമ്പനി വളരെ വളരെ നല്ല ഒരു ബിസിനസ് മോഡലുള്ളതും കുറേയധികം ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്ത് എസ്പെഷ്യലി GCC കൺട്രീസിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ്. അത് ചെയ്യുന്നതിൻ്റെ പേരെടുത്തൊരു കമ്പനിയാണ്. അതേസമയം ഈ കമ്പനിക്ക് നമുക്കറിയാം ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള കുറേയധികം ഓർഡേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് കമ്പനി വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കറക്ഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്കിനെ വീണ്ടും ആഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ ആഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു കമ്പനിയാണ് ലാർസൻ & ടൂബ്രോ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള NSE എന്നുള്ള കമ്പനി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചാണ് NSEയുടെ സ്റ്റോക്കിൻ്റെ ഒരു IPO വരുന്നുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ NSEയുടെ സ്റ്റോക്ക് ഒരു പക്ഷേ ഒക്ടോബർ മന്തിനോട് കൂടിയൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം NSE എന്തായാലും ഇന്ത്യയിലെ BSE എന്നുള്ള സ്റ്റോക്ക് നമുക്കറിയാം വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തൊരു സ്റ്റോക്കാണ്. BSE എൻ്റെ പേഴ്സണലിയും ഞാൻ ഒരു 600 ലെവലിൽ നിന്നൊക്കെ വാങ്ങിയതിന് ശേഷം എനിക്ക് ആ സ്റ്റോക്ക് ഒരു 7000 ലെവലിലേക്കൊക്കെ ഉള്ള വലിയൊരു റാലി നടത്തിയപ്പോൾ ഒക്കെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ NSE എന്തായാലും അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ NSE എന്നുള്ള കമ്പനിയുടെ നമുക്ക് ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 43.7% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് NSE. അതുപോലെ നമുക്ക് മറ്റുള്ള ഒരു നോക്കുകയാണെങ്കിൽ 1.53% രാധാകൃഷ്ണൻ ദമാനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഇന്ത്യയിൽ വലിയൊരു ഇൻവെസ്റ്ററാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 3.23% ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 4.44% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ SBI ക്യാപിറ്റൽ 4.47% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ അതർ ഇൻവെസ്റ്റേഴ്സ് 9.61%, പിന്നെ മറ്റുള്ളവർ 22.1% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ LICയുടെ ഒരു 10.7% ഇതിൽ ഹോൾഡിംഗ് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു നമ്മളിപ്പോഴത്തെ ഈ ഒരു ഹോൾഡിംഗ് പാറ്റേൺ പറയുമ്പോഴും ഈ സ്റ്റോക്കിന് ഇപ്പോഴത്തെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്ക് അൺലിസ്റ്റഡ് ഷെയർസായിട്ട് ഈ സ്റ്റോക്കിന് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ്. ഞാൻ ഓൾറെഡി അൺലിസ്റ്റഡ് ഷെയർസ് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2100 ലെവലിലൊക്കെയാണ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു ലെവലിൽ ഇപ്പോൾ 2000 ലെവലിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിലും ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 3000 മുകളിൽ ഒരു 3000 to 4000 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ NSE എന്നുള്ള സ്റ്റോക്കിൻ്റെ അൺലിസ്റ്റഡ് ഷെയർസ് ആഡ് ചെയ്യുന്നത് വാങ്ങുന്നതൊരു നല്ല ഐഡിയ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു 6 മന്ത്സിൻ്റെ ലോക്ക്-ഇൻ പീരിയഡ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എല്ലാവരും നോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈവൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഞങ്ങൾക്ക് ഇവിടെ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ കമൻറ്റിൽ നൽകുകയാണെങ്കിൽ ഞങ്ങളതിന് വേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. ഞങ്ങൾക്കതിനകത്തൊരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ ബേസിക്കലി ആർക്കെങ്കിലും മാർക്കറ്റിൽ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അതുപോലെയുള്ളൊരു അവസരം വരുമ്പോൾ അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പൈസ നേടാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ 6 മന്ത്സിൻ്റെയൊക്കെ ലോക്ക്-ഇൻ പീരീഡ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. അതായത് ആ 6 മന്ത്സിലേക്ക് നമുക്ക് സ്റ്റോക്കിനെ വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്നൊരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വൊളാറ്റിലിറ്റി ഉണ്ടായിരിക്കും. വളരെ കുറേയധികം ടെൻഷനുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകും. അതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ബോറിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അതേസമയം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ളത്. പക്ഷേ
ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള കാര്യത്തിൻ്റെ എൻഡ് റിസൾട്ട് പലപ്പോഴും നമുക്കൊരു ഹെവി ആയിട്ടുള്ള ലോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ബോറിംഗ് ആയിട്ടുള്ള പീരീഡിലൂടെ കടന്നു പോയിട്ടാണെങ്കിലും നമ്മൾ അൾട്ടിമേറ്റ്ലി വെൽത്ത് ക്രിയേഷൻ എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ബ്രേക്കൗട്ടോടുകൂടി മൂവ് ചെയ്യുന്നത് കണ്ടതാണ്. കർണാടക ബാങ്ക് എന്നുള്ള സ്റ്റോക്ക് 217 ലെവലിൽ സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ടോടുകൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ കർണാടക ബാങ്കിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനി കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ 290.8 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയറിൻ്റെ ഡിസംബർ ക്വാർട്ടറിൻ്റെ റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2.5% ഒരു ഗ്രോത്താണ് കർണാടക ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 3 ഇയേഴ്സിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.18% റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. കമ്പനിക്ക് നിം 3.26% ലാസ്റ്റ് 3 ഇയേഴ്സിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആണെങ്കിലും 19.85% മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 35.7% ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ ഗ്രോത്ത് കഴിഞ്ഞ 3 ഇയേഴ്സിലും മെയിൻറ്റെയിൻ ചെയ്യാനും കർണാടക ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് പ്രൊമോട്ടേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഈ കമ്പനിക്ക് ഇല്ല എന്നുള്ളത് കാണാം. പബ്ലിക് ആണ് 72% ഹോൾഡ് ചെയ്യുന്നത്. പലപ്പോഴും ബാങ്കുകളിൽ ഇതുപോലെ ഹോൾഡിംഗ് അങ്ങനെ വരാറുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15.8%, FIIs 11.69% കർണാടക ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടക ബാങ്കിൻ്റെ അടുത്ത ദിവസങ്ങളിലൊരു ഒരു മൂവ്മെൻറ്റ് നമുക്ക് വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും Q3 റിസൾട്ട്സ് വന്ന ഒരു കമ്പനിയെ നോക്കുമ്പോൾ കാസ്ട്രോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസത്തിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 245 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. ഇത് കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൻ്റെ റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10% താഴെയാണ്. അതുപോലെ ഫ്രാക്ടൽ അനലിറ്റിക്സും കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 100 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് 8% ഒരു ഗ്രോത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് റെയിൻ ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനി. ഈ കമ്പനി ഒരു 37.7 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. റെയിൻ ഇൻഡസ്ട്രീസ് 128% നെറ്റ് പ്രോഫിറ്റിലൊരു ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ റെയിൻ ഇൻഡസ്ട്രീസിലെ വരും ദിവസങ്ങളിലെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ സോളാർ ഇൻഡസ്ട്രീസ് 12% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ജൂപ്പിറ്റർ വാഗൺസ് 11% ഉയർന്നും, നാഷണൽ അലുമിനിയം കമ്പനി 11% ഉയർന്നും, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് 11% ഉയർന്നും, വൺ സോഴ്സ് സ്പെഷ്യാലിറ്റി ഫാർമ 9% ഉയർന്നും, യുണൈറ്റഡ് ബ്രീവറീസ് 9% ഉയർന്നും, ടാറ്റ പാറ്റേൺസ് 8% ഉയർന്നും, കിർലോസ്കർ ഓയിൽ എൻജിൻസ് 8% ഉയർന്നും, പോളി മെഡിക്വർ 7% ഉയർന്നും, ഭാരത് ഡൈനാമിക്സ് 7% ഉയർന്നും, ടാജസ് നെറ്റ്വർക്ക് 6% ഉയർന്നും, ഫിനോലെക്സ് കേബിൾസ് 6% ഉയർന്നും, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി 5% ഉയർന്നും, JSW ഇൻഫ്ര 5% ഉയർന്നും, ഭാരത് ഇലക്ട്രോണിക്സ് 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,831.1 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 32,787 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 28 ഫെബ്രുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,178 2 മാർച്ചിന് മൺഡേ നിഫ്റ്റി ഈ വാറിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം 312 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 3 മാർച്ച് ഹോളിഡേ അവധിയായിരുന്നു. 4 മാർച്ചിന് 385 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന നിഫ്റ്റി 5 മാർച്ചിന് 285 പോയിൻറ്റ്സിൻ്റെ റീബൗണ്ടോടുകൂടിയും, പക്ഷേ 6 മാർച്ചിന് 315 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ മൂവ്മെൻറ്റോട് കൂടി കഴിഞ്ഞ ആഴ്ചയിൽ ടോട്ടൽ ഒരു 728 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ മൂവ്മെൻറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24,450 ആണ് നിഫ്റ്റിയുടെ ക്ലോസിങ്.
അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം മാർച്ച് മന്തിൽ ഓൾറെഡി 728 പോയിൻറ്റ്സിൻ്റെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 200 DMA വരുന്നത് 25,342ലാണ്, 20 DMA വരുന്നത് 25,441ലാണ്, 50 DMA വരുന്നത് 25,583ലാണ്, 100 DMA വരുന്നത് 25,728ലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഈ DMAസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 200 DMA ബ്രേക്ക് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിലുണ്ടായിരുന്ന ഒരു വലിയൊരു ഫോള് നമ്മൾ കാണുകയുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു 200 DMA ടച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതിന് താഴേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു വലിയൊരു സെൽ ഓഫ് ആയിരിക്കും പലപ്പോഴും വരുന്നത്. അതാണ് ഒരു 200 DMA എന്നുള്ളത് ഒരു DMAയുടെ ഒരു ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കിനി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് വരുന്നത് ഈ 21,743 നിന്നും 26,373 വരെയുള്ള ആ വലിയൊരു മൂവ്മെൻറ്റിൻ്റെ അതിനൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ 61.8% ആണ് 23,511 എന്ന് പറയുന്നത്. ഈ ലെവല് ഒന്നുകിൽ ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന് മുകളിൽ വെച്ച് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 23,550 23,600 ലെവലും ഓൾമോസ്റ്റ് ടെസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വരുന്ന ആഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയിലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് വീണ്ടും 26,000 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മളിവിടെ നിന്നും കാണേണ്ടത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,581 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 24,857, 25,265, 25,541, 26,155, 26,359, 26,991, 27,133, 27,925 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 24,581 താഴെ സപ്പോർട്ട് ലെവലുകൾ 24,385, 24,173, 23,897, 23,593, 23,511 എന്നീ ലെവൽസിലായിരിക്കും. അതേസമയം നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,541ലും ലോവർ റേഞ്ച് 23,511ലും ആയിരിക്കും. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,581ലും ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ സ്റ്റോക്കുകളുടെ ലിസ്റ്റാണ് ബാൽറാം പുർച്ചിനി, ഷ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ, ഹിൻഡാൽകോ, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, അതുപോലെ ജൂപ്പിറ്റർ വാഗൺസ് എന്നീ സ്റ്റോക്കുകൾ. അതിൽ ആദ്യത്തെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബാൽറാം പുർച്ചിനിയുടെ ചാർട്ട് നമുക്ക് കാണാം. സ്റ്റോക്ക് ഒരു റീബൗണ്ടോടുകൂടി 480 ലെവലിലേക്ക് മൂവ് ചെയ്താണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാൽറാം പുർച്ചിനി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റോടുകൂടി 905ലേക്ക് വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്നൈഡർ ഇലക്ട്രിക്കും ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഹിൻഡാൽകോ കഴിഞ്ഞ ആഴ്ചയിൽ 958ലേക്ക് ഒരു ബ്രേക്കൗട്ടോടുകൂടിയൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിൻഡാൽകോയും ഒരു വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കാണ്. മറ്റു സ്റ്റോക്കാണ് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്. ഈ സ്റ്റോക്ക് 715ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും വരും ദിവസങ്ങളിൽ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്കാണ് JWL അല്ലെങ്കിൽ ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് വലിയൊരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം ഒരു റീബൗണ്ടോട് കൂടി 298ലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജൂപ്പിറ്റർ വാഗണേയും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് ഒന്നുകൂടി ഞാൻ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ബാൽറാം പുർച്ചിനി, സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ, ഹിൻഡാൽകോ, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ വാഗൺ എന്നീ സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.